ഉദ്യോഗസ്ഥ അനാസ്ഥയുടെ ബാക്കിപത്രം എന്നോണം ഒരു വൃദ്ധൻ മരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി KSEBയുടെ ഒരു ലൈൻ കമ്പി പൊട്ടിക്കിടക്കുന്നത് അധികൃതരെ ഫോണിലൂടെയും അല്ലാതെയും അറിയിച്ചിട്ട് അധികൃതർ അതിനു വേണ്ട നടപടി ഇതുവരെ എടുക്കാത്തതിൻ്റെ ഫലമായി ഒരു വൃദ്ധൻ മരണപ്പെടുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം നടക്കുന്നത്. അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു. ആ പ്രസ്തുത ലൈനിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കറണ്ട് ഇല്ല എന്ന് പറയുന്നതിന് വിപരീതമായി നമ്മളുടെ കൺമുന്നിൽ നമ്മളെടുത്ത വിഷ്വൽസിൽ കറണ്ട് പാസ് ചെയ്ത് പോയതിൻ്റെ തെളിവ് നമുക്ക് കാണാനാകും. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് ഉദ്യോഗസ്ഥർ അതിനുവേണ്ട നടപടി സമയത്ത് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ജീവൻ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. കറണ്ട് ബില്ല് അടയ്ക്കാതെ വന്ന് ഒരു ദിവസമായാൽ പോലും നമ്മുടെ കറണ്ട് വിച്ഛേദിക്കാൻ KSEB അധികൃതർ കാണിക്കുന്ന ആ ജോലിയിലുള്ള കാര്യക്ഷമത എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് വരെ പോയി എന്ന് നമ്മൾ അധികൃതരോട് ചോദിക്കേണ്ടി വരും. ഇത് അവരുടെ കൺമുന്നിൽ നടന്ന സംഭവമാണ്. ഈ കാണുന്ന ഇപ്പോൾ ലൈനിൻ്റെ പണി നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ട്രാൻസ്ഫോമറിൽ ദിവസവും ഇവിടെ വന്നു പോകുന്ന ഉദ്യോഗസ്ഥർ ഈ കാഴ്ച കണ്ടിരുന്നതാണ്. പറഞ്ഞ നാട്ടുകാരോട് അതുവഴി കറണ്ട് പോകുന്നില്ല, ആ ലൈനിൽ കറണ്ട് ഇല്ലാത്തതാണ് ആണ് അവർ പറഞ്ഞത്. നിലവിൽ ഒരു വൃദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയടക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ഒരു ചെറുപ്പക്കാരൻ കടത്തിണ്ണയിൽ ഇത്തരത്തിൽ വൈദ്യുതാഘാതത്തിൽ മരിച്ചിട്ട് അതിനുള്ള നടപടി പോലും ഇതുവരെ ആയോ എന്ന് മന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ നടപടികൾ ആയി വരുന്നതേയുള്ളൂ, അതനുസരിച്ച് എല്ലാം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ പണ്ട് ഒരു വാചകം പറയുമല്ലോ, സർക്കാർ നടപടികൾ അതിൻ്റെ മുറയ്ക്ക് എന്ന് മാത്രമേ നടക്കൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്കിതിനെ പറയാം. എല്ലാം മുറ പോലെ, അത്ര തന്നെ, ജീവൻ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. നെയ്യാറ്റിൻകരയിലെ ഈ ഒരു കാഴ്ച അധികൃതരുടെ ഉദ്യോഗസ്ഥ പ്രബുദ്ധതയുടെ കണ്ണു തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നമ്മൾ ഈ നിൽക്കുന്നത് മരണപ്പെട്ട ആ ബാബു എന്ന മധ്യവയസ്കൻ ദിവസവും നടന്നു പോകുന്ന ഒരു വഴിയാണ്. അദ്ദേഹം നടന്നു പോകുന്ന പാതയാണ്, വഴിയാണ്. ഒരു കുടുംബത്തിന് അത്താണിയായ വൃദ്ധൻ. അദ്ദേഹം പതിവ് പോലെ അവിവാഹിതനാണ്. പതിവ് പോലെ രാവിലെ ഉള്ള ചായ കുടിക്കാനായി പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് ഈ ലൈൻ കമ്പിയിൽ ചുറ്റി അദ്ദേഹം ആ പറമ്പിൽ മരിച്ചു വീണത്. ഈ മരണം നടന്ന ശേഷം ഈ ബാബു എന്ന ആ ചേട്ടനെ കണ്ടുകൊണ്ട് രണ്ട് യുവാക്കൾ ചേട്ടാ എന്തു പറ്റി കിടക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റാനായി ശ്രമിക്കുമ്പോൾ മറ്റു കൂടി നിന്നവർ പറയുകയാണ്, ഇതിൽ കറണ്ട് വൈദ്യുതി പാസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ആ ചേട്ടൻ ചുറ്റി കിടക്കുകയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഈ അദ്ദേഹം ജീവനുമായി മല്ലിട്ട് 3 മണിക്കൂർ മരണക്കിടക്കയിൽ കിടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പറമ്പിൽ അദ്ദേഹം ലൈൻ കമ്പി ചുറ്റി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നമ്മളെ കാണിക്കുന്ന സന്ദർഭത്തിലാണ് ദേഹമാകെ കരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണി, അദ്ദേഹത്തിൻ്റെ സഹോദരി 2 മാസം മുൻപ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ആ കുടുംബത്തിൽ 94 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. 68 വയസ്സുകാരനായ ഈ വൃദ്ധൻ്റെ ജീവൻ ഈ KSEB അധികൃതരുടെ അനാസ്ഥ മൂലം, ഇങ്ങനെ ഇവിടെ വൈദ്യുതി കടന്നു പോകുന്ന ലൈനാണെന്ന് അധികൃതരെ ഈ മരണപ്പെട്ട ഈ ജ്യേഷ്ഠൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ ഈ നാട്ടുകാർ അറിയിച്ചിട്ടും അവരുടെ അനാസ്ഥയാണ് ഈ ജീവൻ നഷ്ടമായതിന് കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.